നാളെ നമുക്ക് ഷിയാബ് നനക്കണത് പോയിട്ട് എടുക്കാൻ നല്ലേ. അതാകുമ്പോ അവിടെ കൊറേ ഷിയാബ് നനക്കണത് ഷിയാബിന്റെ വാപ്പ ഷിയാബിന് 40,000 മുടക്കി ഉണ്ടാക്കിയ തൊഴുത്ത്. ഷിയാബിന് പോത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ട് വാപ്പ തൊഴുത്തുണ്ടാക്കി കൊടുത്തില്ല. വ്ളോഗ് വരെയുള്ള കാര്യം പറഞ്ഞതാ. യൂസിന്റെ കൂടെ തൊഴുത്ത് കെട്ടിട്ട് ഇപ്പൊ തൊഴുത്തും ഇല്ല ഒന്നുമില്ല. അപ്പൊ അവിടെ എന്തൊക്കെ അപ്പുറത്തെ വീട്ടിലെ പശു വന്നിട്ട് പുല്ല് വന്നിട്ടുണ്ട് അവിടെ. സ്പീക്കർ ഓടിക്കണം കേട്ടോ നമുക്ക് പോയിട്ട് വരുമ്പോ. പശു പോത്താണ്. ഫസ്റ്റത്തെ വ്ളോഗ് എങ്ങനെ നോക്കട്ടെ. ആടാ നമ്മള് പറയാൻ വേണ്ടിട്ട് സ്പീക്കർ ഇല്ലേ എവിടെ വെക്കൂലേ മൈക്കാണ്. ഇവന്റെ വിദ്യാഭ്യാസം അത്ര ഉള്ള ഈ കാര്യം കണ്ട. സ്പീക്കർ പറയും. സ്പീക്കർ എന്ന് പറയണ നമ്മള് പറയണത്. അല്ല എന്നിട്ടോ സമ്മതിച്ചതിനല്ലേ എന്നിട്ടത് നികുതിയോ ഒക്കെ റെക്കോർഡാ. ഒരാഴ്ച ഞങ്ങൾ ഉണ്ടാവും ഈ മൈക്കും സ്പീക്കറും. ഒരാഴ്ച ഞാൻ അതിന്റെ മോളെ ഞാൻ സൺസ്ക്രീൻ കൊടുത്താൽ കിട്ടും എന്തായാലും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നത് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറോട് ഡോക്ടറെടുത്ത് കയറുമ്പോ പറയട്ടോ നല്ലൊരു സൺസ്ക്രീൻ പറഞ്ഞു. അത് കോമഡി അതൊക്കെ സമ്മതിച്ചു. പക്ഷെ അതിനൊപ്പം ഞാൻ പറഞ്ഞേ ഇനിയിപ്പൊ ഓരോട് സൺസ്ക്രീമും ക്രീമും പറയുമ്പോ ഒരു ക്രീമാ ശരിക്കും എന്താ ചെയ്യാൻ വെച്ചോ. അപ്പൊ മേപ്പെട്ടൊക്കെ അങ്ങനെ വരാൻ വഴി അങ്ങനെ വരുമോ? ഇല്ല അങ്ങനെ വരില്ല. അതൊക്കെ ഇഷ്ടായി. എപ്പോഴും പറയരുത് പക്ഷെ അങ്ങനെ സംഭവം അറിയോ വ്ലോഗ് ചെയ്യുമ്പോ നമ്മുടെ അധികം വേണ്ട. വ്ളോഗ് വിട്ട് അത് ന്യൂസിലായി. അതൊന്നും പറയാൻ പാടില്ല. അപ്പൊ അതിന്റെ ഒറിജിനാലിറ്റി പോകും. അതെ നമ്മള് ലൈഫ് സ്റ്റൈലാണിത്. ഒന്നല്ലെങ്കിൽ ഇതോടെ ജീവിതം പുതുതായിട്ട് ഒന്നുകൂടി വലുതാവും അല്ലെങ്കിൽ ഇതോടെ തീരും. എടുത്തു വെച്ചോ എന്തായാലും വരേണ്ടി വരും. അപ്പൊ അതൊരു വ്ളോഗ് ഈ വരുന്നതൊരു വ്ളോഗ്. കണ്ടന്റ് കിട്ടി. ഇനി വരുമ്പല്ലേ വീട്ടിൽ നിന്ന് നാളെ വിളിക്കണ്ട. നിസാറിന് പോയി എടുത്താലോ നമുക്ക് കാഞ്ഞിതാലോ. അവിടെ നിസാറിന്ന് വരില്ലേ നിസാറിന്റെ വീട്ടിൽ നിന്ന് വണ്ടി പോയിണ്ടാവും വിളിക്കാന്. അതിന്റെ ഇടയിൽ നമ്മള് പോയിട്ട് കയറിയിട്ട് നിസാറിനെ ആദ്യം കൊടുത്തിട്ട് പെരലാക്കാം. നിസാറിന് പെണ്ണുണ്ടാവൂലേ? പെണ്ണുണ്ടാവില്ല. പെണ്ണ് പ്രഗ്നന്റ്. ഞാൻ പറഞ്ഞടാ ഞാൻ പെൺവേഷം കേട്ടാ. നിസാറ് വരുമ്പോ എന്റെ പാക്കറ്റ് കയറില്ല കുറച്ചുള്ളായിരുന്നു. അങ്ങനെയല്ല നിസാറ് ചിലപ്പോ ആവശ്യത്തിൽ ഇന്നെന്തെങ്കിലും കാട്ടിക്കുട്ടിയാനെ പറയാൻ നിസാറായതുകൊണ്ട് നിസാറായോണ്ടേ ചിലപ്പോ എന്നെ പിടിച്ചൊക്കെ പറ്റി ചിലപ്പോ ജീവൻ കിട്ടില്ല. കോമഡി മാത്രം മതി. അബുവിന്റെ ശിഷ്യനാണ്. ഇക്കത് വരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തൊക്കെ. അയ്യോ എന്താണ് മോയ്സ്ചറൈസറോ? എന്താ അത് നമുക്ക് അതിൽ കിട്ടിയിട്ടില്ലേ? അതല്ല ശരിയായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. മോയ്സ്ചറൈസറാ? അതെ മതി ഇനി പറഞ്ഞ ആർക്കും ഇത് മനസ്സിലാവണ്ടാവും. പറഞ്ഞാ മതി. തിരുത്താനും നമുക്ക് അറിയില്ല പറഞ്ഞവരും അങ്ങനെ. അതുകൊണ്ട് ശരിയാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം. മാറുകയാണെങ്കിൽ അപ്പൊ മാറ്റി ചെയ്യാം. ഇതേതാ വണ്ടി? മുനീർ ഇറങ്ങി യൂസ്ഫിന് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ടോ?
ഹുണ്ടായുടെ വെന്യൂ ഓർക്കാൻ പറ്റണക്ക് ആ ഇന്നിപ്പോ തന്നെയാണ് യൂസ്മേ വണ്ടിയൊക്കെ നോക്കുന്ന നോക്കണേ അണക്ക് കണ്ട യൂസ്മേ മുന്നേറെ ഏത് വണ്ടിയുണ്ട് ഏത് വണ്ടിയാണ് ചാടിക്കാനാ എന്താ എങ്ങനുണ്ട് ഇതല്ലല്ലോ ഈ പറഞ്ഞേ വേറല്ലേ വേറെ വണ്ടിയല്ലേ പറഞ്ഞ ഈ അത് ഞങ്ങളുടെ വണ്ടി എൻ്റെ വണ്ടി എടുക്കണം നോക്കിയാ യൂസ്ബേ അതിൻ്റെ ഒപ്പം വരും വണ്ടി ഇതൊന്നും സൈസ് ഉണ്ടല്ലോ വണ്ടി അല്ലേ ഹുണ്ടായി പോപ്പുലർ കുട്ടനല്ലൂർ തൃശ്ശൂർ നമുക്ക് സെക്കൻഡ് തരാമേ അല്ല അല്ലേ അറിയുമേ സെക്കൻഡ് വരെ വൈറ്റ് പെട്ടെന്ന് ചലയാവും വണ്ടി എടുക്കുമ്പോ ഏതാ നല്ലത് അല്ല നമ്മള് വൈറ്റ് ഇന്റീരിയർ ആദ്യം ചൂസ് ചെയ്തത് പിന്നെ മുനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുനീറിന്റെ കാലെപ്പോഴും ഡാഷ്ബോർഡിലാണ് കാരണം മുനീറിന് ഹൈറ്റ് ഇല്ല അപ്പൊ കാല് ഡാഷ്ബോർഡിൽ എത്തി നമ്മള് നീളമുള്ളതുകൊണ്ട് നമ്മുടെ കാല് ഡാഷ്ബോർഡിൽ എത്തൂല മുനീറിന് വേണ്ടിട്ട് നമ്മളെന്തായി ഇന്റീരിയർ ബ്ലാക്ക് ആക്കി അപ്പൊ മുനീറിന്റെ കാല് കയറ്റിച്ചാൽ എന്തായി ചളിയാവൂല മുനീറിന് വേണ്ടിട്ട് നമുക്കല്ല ചായ കുടിക്കാനാണ് മെയിനായിട്ട് ഉണ്ടാവുക വണ്ടിയില് ഫുൾ ടൈം അതാണ് മുടിയാ അതെ നമ്മുടെ മുടി തന്നെ അങ്ങോട്ട് വെച്ചിട്ടല്ലേ ഇത്തരം കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടാ പറയാ അതെന്താ രഹസ്യം എന്താണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടേ മധുരം വിഷയമല്ല ജിമ്മിന് അതെ ഇനിയിപ്പോ കഴിച്ചിട്ടേ അതല്ല ജിമ്മ് കുറച്ച് ദിവസം നിർത്തി കഴിഞ്ഞാലാണ് ഇതിന്റെ പ്രശ്നം അറിയാം എടുക്ക് ചക്കീർ എടുക്ക് അതെ നമ്മളാദ്യം വൈറ്റ് ഇന്റീരിയർ ആണ് പറഞ്ഞത് അപ്പൊ മുനീറിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മുനീറിന്റെ കാലെപ്പോഴും ഡാഷ്ബോർഡിന് മേലെ അപ്പൊ നമ്മൾ എന്താക്കി മുനീറിന് വേണ്ടിട്ട് മുനീറിന് വേണ്ടി നമ്മള് ബ്ലാക്ക് ആക്കി വിളിച്ച് പറയാനുള്ള ആ ഷെഡിൽ നിന്ന് നീച്ച് പോവാ പോയി ചോറുണ്ട് ആ ഷെഡിൽ നിന്ന് നീച്ച് പോവാ ഷെഡിന്റെ അടിയിലാണ് വണ്ടി ഷെഡിന്റെ അടിയിലാണെങ്കിൽ വണ്ടി എന്നുള്ള